പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിൽ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജോയിന്റ് കൌൺസിൽ വൈസ് ചെയർമാൻ വി ഹാപ്പി സമരം ഉദ്ഘാടനം ചെയ്തു. എന്തു മാറ്റമാണ് നടന്നത്? സിവിൽ സർവീസ് മേഖലയിൽ എന്തു മാറ്റമാണ് നടക്കാൻ പോകുന്നത്? നേരത്തെ സഖാവ് സൂചിപ്പിച്ചതുപോലെ 19-ാം തീയതി ഒരു വിസ്മയമുണ്ടെന്ന് അദ്ദേഹം സംസാരിച്ചത്, ശ്രീമാൻ മുഖ്യമന്ത്രി സംസാരിച്ചത് ജീവനക്കാരുടെ സംഘടനയുടെ സമ്മേളനത്തിലായിരുന്നു അല്ലേ? അതെ, ആ വിസ്മയം നമ്മൾ എല്ലാവരും കണ്ടു. ആ വിസ്മയം പറഞ്ഞല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ച അടുത്ത ദിവസം തന്നെ നമ്മുടെ നാമമാത്രമായെങ്കിലും ലഭിച്ചിരുന്ന ലീവ് സറണ്ടർ ആനുകൂല്യം മരവിപ്പിച്ചുകൊണ്ടായിരുന്നു വിസ്മയത്തിന് തുടക്കം കുറിച്ചത്. തുടർന്നങ്ങോട്ട് ഒരു ബജറ്റ് അവതരണത്തിൽ എന്തൊക്കെയായിരുന്നു നമുക്ക് കാഴ്ചവെച്ചത്? 5 വർഷം കൂടുമ്പോഴുണ്ടായിരുന്ന ശമ്പള പരിഷ്കരണം, തീർച്ചയായും ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്നതിൽ സമയം പാലിച്ചില്ല എന്നുള്ളത് വളരെ വലിയ തെറ്റ് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ. നമ്മളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. വലിയ സമരം നടത്തിയ സംഘടനയാണ്. പക്ഷേ 3 മാസം കാലാവധി കൊടുത്തുകൊണ്ട് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പുതിയ വിസ്മയം തീർത്ത ബജറ്റിൽ അതിനെക്കുറിച്ച് ഒരക്ഷരം, അല്ലെങ്കിൽ ആ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും പരാമർശിച്ചില്ല. മറിച്ച് അതിനെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞു. അധ്യാപക സർവീസ് സംഘടനാ ചെയർമാൻ വി രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റോയ് ജോസഫ്, കെ ബീന, ജീവാനന്ദ്, ടി.എസ്. പ്രദീപ്, സിജു പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.